To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററാണ്. ഇനി നമുക്ക് നമ്മുടെ ശ്വസന പ്രക്രിയ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ രണ്ട് മെക്കാനിസത്തിലൂടെയാണ് ചെയ്യുന്നത്. ഒന്ന് ന്യൂറൽ മെക്കാനിസം, അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പാർട്ട് ഉപയോഗിച്ചിട്ടാണ്. മറ്റൊന്ന് കീമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ കോർഡിനേഷനാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ മെഡുലയിലുള്ള റെസ്പിറേറ്ററി റിതം സെന്റർ ഉണ്ട്. അപ്പോൾ ഈ മെഡുലയും പോൺസ് ഇത് രണ്ടും നമ്മുടെ ഹൈൻഡ് ബ്രെയിനിൻ്റെ പാർട്സ് ആണ്. അപ്പോൾ മെഡുലയ്ക്കകത്ത് റെസ്പിറേറ്ററി റിതം സെന്റർ ഉണ്ട്. അവിടെ ഒരു ഡോസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് എന്നൊരു സെറ്റ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അതുപോലെ പോൺസിൽ ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ന്യൂമോടാക്സിക് സെന്റർ. അപ്പോൾ ഈ റെസ്പിറേറ്ററി റിതം സെന്ററിലെ ഈ ഡോസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അത് ഈ കൊൺട്രാക്ഷൻ ഡയഫ്രത്തിൻ്റെയും റിബ്സിൻ്റെയും കൊൺട്രാക്ഷന് വേണ്ടിയിട്ട് മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അതിന് ആരുടെയും ഒരു സ്റ്റിമുലേഷനോ മറ്റൊന്നും തന്നെ വേണ്ട. നമുക്കറിയാം ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് റിബ്സും മസിൽസും കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ റെസ്പയർ ചെയ്യുന്നത്, അല്ലേ, ബ്രീതിങ് നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കോൺട്രാക്ഷൻ നടക്കുകയും ഇൻഹലേഷൻ നടക്കുകയും ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഇൻഹലേഷൻ മാത്രം മതിയോ? പോരാ. അതുപോലെ നമ്മൾ എക്സൈൽ ചെയ്യണം. അപ്പോൾ ഈ ഒരു കോൺട്രാക്ഷൻ സിഗ്നൽ സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് എക്സൈൽ ചെയ്യാൻ പറ്റുള്ളൂ, റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ടാണ് നമ്മുടെ ന്യൂമോടാക്സിക് സെന്റർ ഉള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കൊടുക്കും. അപ്പോൾ ഈ കോൺട്രാക്ഷൻ സിഗ്നൽ സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് എക്സൈൽ ചെയ്യാൻ പറ്റും. വീണ്ടും ഈ സിഗ്നൽ വരും, അത് കോൺട്രാക്ട് ചെയ്യും. ഉടനെ ന്യൂമോടാക്സിക് സെന്റർ സിഗ്നൽ കൊടുക്കും, അതിനെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നോർമൽ റെസ്പിറേഷൻ നടക്കുന്നത്. ഇനി നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽ കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കയറിയാൽ അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡായിട്ട് മാറുന്നു. ഈ കാർബോണിക് ആസിഡ് HCO3- H+ ആയിട്ട് മാറുന്നു. ഇപ്പോൾ H+ ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അസിഡിറ്റി കൂടുകയാണ്, അല്ലെ, ബ്ലഡിൻ്റെ അസിഡിക് നേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഇത് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മെഡുലയിൽ. അത് നമ്മുടെ റെസ്പിറേറ്ററി റിതം സെന്ററിൻ്റെ അടുത്ത് തന്നെയാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. ആ ഏരിയയ്ക്ക് മനസ്സിലാകും ഇവിടെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതേപോലെ ഇത് ഡിറ്റക്ട് ചെയ്യുന്ന മറ്റു രണ്ട് പാർട്ടാണ്. ഒന്ന് കാരോട്ടിഡ് ആർട്ടറി. നമുക്കൊരു പെയർ ഓഫ് കാരോട്ടിഡ് ആർട്ടറി നമ്മുടെ ബ്രെയിനിലോട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അയോട്ടിക് ആർച്ചും അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന അയോട്ടിക് ആർച്ചും ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇവർ മൂന്ന് പേരും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഹൈ ലെവൽ ഡിറ്റക്ട് ചെയ്യുകയും അവർ ഉടനെ തന്നെ ന്യൂമോടാക്സിക് സെന്ററിന് വിവരം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ന്യൂമോടാക്സിക് സെന്റർ പെട്ടെന്ന് സിഗ്നൽ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ആ സ്ലോ ആയിട്ടുള്ള റെസ്പിറേഷൻ വളരെ ക്വിക്ക് ആവുകയാണ് ചെയ്യുന്നത്. ക്വിക്ക് ആവുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ഡീപ്പ് ആവുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ ഓക്സിജൻ എടുക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങളെക്കുറിച്ച് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഒന്ന് ആസ്തമ, വലിവെന്ന് പറയും. ചെറിയ കുട്ടികളിൽ അതൊരു വീസിംഗ് ആയിട്ടൊക്കെ കാണാറുണ്ട്. അത് പിന്നീട് ആസ്മയായിട്ട് മാറാം. ക്രോണിക് ആസ്മയായിട്ട് ചിലരിൽ ജീവിതകാലം മുഴുവനും വരുന്നുണ്ട്. ചില അലർജി ട്രിഗേഴ്സ് കൊണ്ട് ആസ്മ ഉണ്ടാകും. കൂടുതലായിട്ടും ബ്രോങ്ക്യോൾസിൻ്റെയൊക്കെ ഇൻഫ്ലമേഷൻ കൊണ്ട് വീസിംഗ് ഉണ്ടായി അതാണ് ആസ്മയായിട്ട് മാറുന്നത്. ഈ ആസ്മ എന്ന് പറയുന്നത് എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എംഫിസിമ. ഇത് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിലാണ് കണ്ടുവരുന്നത്. കാരണം സിഗരറ്റ് വലിക്കുമ്പോൾ ടുബാക്കോ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്. അതിൽ നിക്കോട്ടിൻ എന്നൊരു കെമിക്കൽ. നിക്കോട്ടിൻ ക്യാൻ ഡാമേജ് വോൾ ഓഫ് ദി ആൽവിയോളൈ. നമ്മുടെ ആ ബലൂൺ പോലുള്ള ആൽവിയോളൈസിൻ്റെ വോള് അത് തമ്മിൽ തിരിക്കുന്ന സെപ്റ്റം എല്ലാം നശിപ്പിച്ച് അത് ചുരുങ്ങുമ്പോൾ ഈ സർഫസ് ഏരിയ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൽവിയോളസിൻ്റെ വോൾസ് ഡാമേജ് ആവുന്നതോടുകൂടി അതിൻ്റെ സർഫസ് ഏരിയ കുറഞ്ഞ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കുറയുന്നു. നമ്മളപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? എംഫിസിമ എന്ന് പറയുന്നത്. അതിൽ ഒരു ഇമ്മ്യൂണോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൊണ്ട് ആളുകളെ ക്യൂർ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സിഗരറ്റ് വലി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ ഉള്ളത് ഓക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. നമ്മൾ ചെയ്യുന്ന തൊഴിലുമായിട്ട് അനുബന്ധിച്ചുണ്ടാകുന്ന ചില ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ്. പ്രത്യേകിച്ച് മൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പാറമടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, റോഡ് ടാർ ചെയ്യുന്ന ആൾക്കാർ, ആസ്ബസ്റ്റോസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ടൈല് ഗ്രാനൈറ്റൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവർ അവസാനം അതിൻ്റെ സൈഡ് പോളിഷ് ചെയ്യാനായിട്ട് സ്റ്റോൺ വെച്ച് റബ്ബ് ചെയ്തിട്ടാണ് പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ ഒത്തിരി ഡസ്റ്റ് അവർ ഇൻഹെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് കുറേ വർഷങ്ങൾ ഇതേ ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ അത് ഫൈബ്രോസിസിന് കാരണമാകും. അതായത് ലങ്സിൻ്റെയൊക്കെ അപ്പർ പാർട്ടിൽ ഫൈബ്രസ് ടിഷ്യൂസ് ഫോം ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന വർക്കേഴ്സിനെ നമ്മൾ അവെയർ ആക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കണം. ഒപ്പം തന്നെ അവർക്ക് സ്പെഷ്യൽ മാസ്ക് കൊടുത്ത് നമ്മുടെ ഈ ഡസ്റ്റ് ഫിൽട്ടർ ചെയ്യുന്ന സ്പെഷ്യൽ മാസ്ക് ഉണ്ട്, അത് അവൈലബിൾ ആക്കണം. അങ്ങനെ ഈ എക്സ്പോഷർ കുറച്ചാൽ മാത്രമേ അവരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ലെസൺസ് ഒക്കെ ഇഷ്ടമാണെന്ന് കരുതുന്നു. Please like, share and subscribe to my channel, Biology My Passion. Thank you for watching.